വണ്ണം കുറയ്ക്കാൻ പല മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കിയവരാണോ? എന്ന ഇന്നത്തെ റെസിപ്പി നിനക്കുള്ളതാടാ. ഫൈബറും ഇലക്കറികളും മാത്രം കഴിച്ചാൽ താൽക്കാലികമായി വണ്ണം കുറഞ്ഞേക്കാം, ബട്ട് അത് എഫക്റ്റീവായിട്ട് വണ്ണം കുറയില്ല. മെട്രോബോളിസം സ്ലോ ആക്കുന്നു. അപ്പോൾ ശരീരത്തിന് ക്ഷീണമില്ലാതെ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാം. അതിനായിട്ട് പ്രോട്ടീനും ഫൈബറും ഒന്നിച്ചു ചേർത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായ അളവിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ കഴിക്കുമ്പോൾ രുചിയോടെ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും. അതില്ലാതിരിക്കാൻ ഒരു ഡ്രസ്സിങ് കൂടി ചേർക്കുന്നുണ്ട്. ഈ ഡ്രസ്സിങ് ചേർക്കുമ്പോൾ നമ്മുടെ സാലഡിന് രുചിയും കൂടുന്നു. അപ്പോൾ നമുക്ക് മടുപ്പും തോന്നില്ല. അപ്പോൾ പകുതി വഴിയിൽ ഡയറ്റ് ഇട്ടേച്ചും പോവില്ല. അപ്പോൾ സമയം കളയാതെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ടൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്. സവോള കൊഴുപ്പ് ഉരുക്കി കളയാനായിട്ട് സഹായിക്കുന്നുണ്ട്, അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. കുക്കുംബറിൽ 95% വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി കഷ്ണം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ കുരു റിമൂവ് ചെയ്തിട്ടാണ്. പിന്നെ അതേപോലെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഇത് കാർബോ വേണമല്ലോ, നമുക്ക് കുറച്ച് കാർബോ ഇല്ലെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് കാർബോ എടുത്തിട്ടുണ്ട്. ഇത് 3 ആൾക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ. ഇനി ഫ്രൂട്ട്സ് ആയിട്ട് ഇവിടെ ചേർക്കുന്നത് 1/4 ഭാഗം മാതള നാരങ്ങയാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കുരു മാറ്റി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രോട്ടീൻ വേണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് കടലയാണ്. നിങ്ങൾക്ക് വെള്ളക്കടല വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട പുഴുങ്ങിയത് ഒരു 1.5 മുട്ട പുഴുങ്ങിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനായിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ സ്പൂണാണ്. ഇനി ഡ്രസ്സിങ്ങിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ടേസ്റ്റിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇനി എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മൾ മറ്റേൽ എരിവ് ചേർത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം. ഒരു ഞെക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ അളവിൽ ഉണ്ടാകും. പിന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പീസ് അവക്കാഡോയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ഡ്രസ്സിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവും പുളിയും എല്ലാം നിങ്ങളുടെ ബാലൻസ് ആയിട്ടിരിക്കണം. എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഡ്രസ്സിങ് നമുക്ക് സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് നമ്മൾ കഴിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ ഈ ഡ്രസ്സിങ് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന പോലെ അതേ രുചി നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് അതേ രുചിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇത് രാത്രിയിൽ ചപ്പാത്തിക്ക് പകരമായിട്ടോ ഉച്ചയ്ക്ക് ലഞ്ചിന് പകരമായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ നിങ്ങളുടെ ഡയറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ഒരുപാട് ഡയറ്റ് റെസിപ്പീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡയറ്റ് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കയറി കണ്ടോക്കൂ. എന്നിട്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്നോട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ ശരി എന്നാൽ.